ഹലോ, വെൽക്കം ഓൾ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഗൂഗിൾ മീറ്റ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ. ഇപ്പോൾ പലർക്കും അത് അറിയത്തുണ്ടാവില്ല. സോ അപ്പം ഇതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യും. ഇതാണ് എൻ്റെ നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, ജിമെയിൽ. ഫോർ എക്സാമ്പിൾ ജിമെയിൽ ഞാനിപ്പം എടുത്തു. ജിമെയിൽ എടുക്കുമ്പോൾ നമുക്കൊരു ജിമെയിൽ ഉണ്ടാവും. ഒന്നുകൂടെ കാണിച്ചിരുന്നുണ്ട്. ഫസ്റ്റ് കാണുന്ന ആ ഒരു ഈ സെക്ഷനകത്ത് ജിമെയിൽ എന്ന് കാണുന്നുണ്ട്. രണ്ടാമത്തെ വാട്സാപ്പ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ രണ്ടാമത്തെ ജിമെയിലാണ്. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അങ്ങനെ മെയിലും കാര്യങ്ങളൊക്കെ ഉള്ള അതാണ് ജിമെയിൽ എന്ന് വെച്ചാൽ. ഇതിൽ നമുക്ക് ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഏറ്റവും താഴെ നോക്കിയേ. ഏറ്റവും താഴത്ത് 2 ഐക്കണുണ്ട്. ഒന്ന് മെയിലിൻ്റെ ഐക്കൺ ഉണ്ട്, പിന്നെ ഒരു വീഡിയോയുടെ ഐക്കൺ കാണാൻ പറ്റും അല്ലേ? വീഡിയോയുടെ ഒരു ഐക്കൺ കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ അതാണ് അതാണ് എടുക്കേണ്ടത്. ഇവിടെ മുകളിൽ കമ്പോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഈ കമ്പോസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പോസിൻ്റെ തൊട്ട് താഴെ ഏറ്റവും താഴത്ത് കാണുന്നതാണ് നമുക്ക് മീറ്റിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഐക്കൺ. ഓക്കെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അടുത്തൊരു വിൻഡോ വരും. അതിൽ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ? ന്യൂ മീറ്റിങ്ങും ജോയിൻ വിത്ത് എ കോഡ്. അതിൽ ന്യൂ മീറ്റിംഗ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ന്യൂ മീറ്റിംഗ് എടുക്കാം. അതെടുക്കുമ്പം അതിനകത്ത് 3 ഓപ്ഷൻസ് വരും. ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ, കണ്ടോ? സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഷെഡ്യൂൾഡ് ഗൂഗിൾ കലണ്ടറിൽ വെച്ച് ചെയ്യാം. ഇതൊന്നും വേണ്ട. ഏറ്റവും ഫസ്റ്റിലത്തെ കണ്ടോ? ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്, ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ, അതെടുക്കാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഇത് കണ്ടോ? മീറ്റിംഗ് കോപ്പി ചെയ്യാം, അതല്ലെങ്കിൽ ഷെയർ ചെയ്യാം. ഞാനത് കോപ്പി ചെയ്താലും മതി. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കോപ്പി ചെയ്താൽ കോപ്പീഡായി, കണ്ടോ? കോപ്പീഡ് എന്ന് പറഞ്ഞ് താഴെ കാണിക്കും. എന്നിട്ട് ഇതങ്ങനെ നിന്നോട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ തൊട്ട് മുകളിൽ കണ്ടോ ഒരു ലിങ്ക് ക്രിയേറ്റ് ആയെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇത് ഞാൻ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തു. തൊട്ട് മുകളിൽ കണ്ടോ ഒരു ലിങ്ക് ക്രിയേറ്റഡ് എന്നും പറഞ്ഞ് കാണുന്നുണ്ടോ? ഇത് ഓക്കെ. അപ്പോൾ അതവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. കോപ്പി ചെയ്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ബാക്കിലോട്ട് പോയിട്ട് ഞാൻ ഓൾറെഡി ഒരു ലിങ്ക് ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് വെൽക്കം മീറ്റിനകത്ത്. ഇതാണ് നമ്മുടെ ആ ഒരു കൊടുക്കാൻ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കത് പേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ലിങ്ക് കോപ്പി ചെയ്തു, അതെനിക്ക് ഇതിലോട്ട് പേസ്റ്റ് ചെയ്യണം. എങ്ങനെ? ഇതാണ് ആ ലിങ്ക്. ഇത് കണ്ടോ? ഇതാണ് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. ലോങ് പ്രസ് ചെയ്യുമ്പോൾ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് കിട്ടും. അപ്പോൾ അതിങ്ങനെ പേസ്റ്റ് ഇങ്ങനെ ഇതിലോട്ട് പോകും. പക്ഷേ നമുക്ക് വേണ്ടി ഇതിനകത്തോട്ടാണ് വരേണ്ടത്. ഇതിനകത്തോട്ട് ഈ ഒരു വെൽക്കം മീറ്റ്. അപ്പോൾ ആ വെൽക്കം മീറ്റ് ഒന്നുകൂടെ കോപ്പി ചെയ്യുക. അതൊന്നുകൂടെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്ന ഇതിൽ പേസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിൽ കണ്ടോ തൊട്ട് താഴത്തായിട്ട് ഗൂഗിൾ മീറ്റ് ലിങ്ക് കൊടുക്കണമെന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ലേ? അവിടെ വേണം നമുക്ക് നമ്മളിപ്പോൾ കൊണ്ടുവന്ന ഇത് കോപ്പി ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇത് എടുക്കുക, കോപ്പി ചെയ്യാനായിട്ട് ഏറ്റവും മുകളിൽ കണ്ടോ? ഏറ്റവും മുകളിൽ ഒരു ബാർ കാണാൻ പറ്റും. അത് കോപ്പി എന്നുള്ളതാണ്. അത് ഓപ്പൺ ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ആവും. ഓക്കെ, കോപ്പിയായി. ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ അത് അവിടെ ആയിട്ടുണ്ട്. ഇല്ല, അതായില്ല, സോറി. അതൊന്നുകൂടെ കോപ്പി ചെയ്യണമായിരുന്നു. ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ ഞാൻ മൊത്തം ഡിലീറ്റ് ചെയ്യുക ഒന്നും കൂടെ എടുക്കാനായിട്ട്. രണ്ട് തവണ കോപ്പി ആയിപ്പോയി അത്. ഓക്കെ, ഫസ്റ്റ് ഇത് കണ്ടു. ഇത് കോപ്പി ചെയ്യുക. ഇത് നമ്മുടെ വെൽക്കം മീറ്റിനെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. കണ്ടോ? വെൽക്കം മീറ്റ്, ഇൻട്രോ, ടോപ്പിക് ഉണ്ട്, 30 മിനിറ്റ്സ് ഡ്യൂറേഷൻ, പിന്നെ എൻട്രി ടൈം എന്ന് വെച്ചാൽ നമുക്കിവിടെ മാറ്റാം. ഇപ്പോൾ ചിലർ 7 മണിക്ക് വെക്കാം, ചിലപ്പോൾ 3 മണിക്ക് വെക്കാം. ഓക്കെ. അപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് എനിക്ക് ഇതിനകത്തോട്ട് ക്ലബ് ചെയ്യണം. എങ്ങനെ? ഇതാദ്യമേ കോപ്പി ചെയ്യുക. ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഇതാണ്ട് കോപ്പി ചെയ്തു. ഇത് കോപ്പി ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇത് സബ്മിറ്റ് ചെയ്യല് കണ്ടോ? ഇതിപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കണ്ടോ? ഇതിങ്ങനെ ഇത്ര ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഈ ഗൂഗിൾ മീറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് കൊണ്ട് കർസർ വെക്കുക. കണ്ടോ? ഗൂഗിൾ മീറ്റിനവിടെ നമ്മൾ മുകളിലോട്ട് പോയിട്ട് ഇത് കോപ്പി ചെയ്യണം. ഇത് കോപ്പി ചെയ്തു. ഓക്കെ, ലിങ്ക് കോപ്പി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ലോങ് പ്രസ് ചെയ്യുക. അവിടെ കൊണ്ട് ലോങ് പ്രസ് ചെയ്തിട്ട്
പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ലിങ്ക് വന്നു. ഓക്കെ, എന്നിട്ട് നമ്മളൊന്ന് സബ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താ കണ്ടോ, ലിങ്ക് വന്നു. സോ ഇത്ര എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വേണം നിങ്ങൾ മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഒരു ഗൂഗിൾ മീറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അറേഞ്ച് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ കണ്ടൻറ്റ് ഉണ്ടാകണം, അതിനകത്ത് ലിങ്ക് കൊണ്ടുവെക്കണം. ഓക്കെ, ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ വേണം നമ്മളൊരു മീറ്റിങ്ങിനകത്ത്. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് ഇപ്പോൾ ഒരു ഒറ്റ തവണ ആ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്താൽ മതി, പിന്നെ എപ്പോഴും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു.